നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇറാൻ നാവികസേനയുടെ IRIS ദേന എന്ന കപ്പൽ ശ്രീലങ്കൻ തീരത്തിന് സമീപം ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ പലരും പഴിചാരാൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണ്. അമേരിക്കയുടെ ടോർപിഡോ ആക്രമണത്തിലാണ് ഈ കപ്പലിന് അപകടം സംഭവിച്ചത്. 80-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. 32ഓളം പേരെ ശ്രീലങ്കൻ സേന രക്ഷപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ പലരും ഇന്ത്യക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്നത് ഇന്ത്യ സംഭവത്തെ അപലപിച്ചില്ല, ഇതിലിടപെട്ടില്ല, ഇന്ത്യയിൽ നിന്ന് പോയ കപ്പലാണ്. ഇന്ത്യയിൽ നടന്ന ഒരു നാവിക പ്രദർശനത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഈ കപ്പൽ നാട്ടിലേക്ക് മടങ്ങിപ്പോയത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യം ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യ സജീവമായി തന്നെ ഇടപെട്ടിരുന്നു എന്ന്. ഈ കപ്പൽ ശ്രീലങ്കൻ തീരത്തിന് സമീപം ഏതാണ്ട് 20 നോട്ടിക്കൽ മൈൽ അകലെ ഗാല എന്ന സ്ഥലത്തായിരുന്നു നങ്കൂരമിട്ടിരുന്നത്. ഇവർ ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് കടക്കാൻ ശ്രീലങ്കൻ സർക്കാരിൻ്റെ അനുമതി ചോദിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീലങ്കൻ നാവികസേന 11 മണിക്കൂറോളം സമയം ഇവർ കാത്തിരുന്നിട്ടും അനുമതി നൽകിയിരുന്നില്ല എന്ന്. തുടർന്ന് നീങ്ങിയപ്പോഴാണ് ഈ അമേരിക്കയുടെ ടോർപിഡോ ആക്രമണം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ കപ്പലിൽ നിന്ന് രക്ഷാ സന്ദേശങ്ങൾ തുടർന്ന് പുറത്തേക്ക് അവർ വിടുകയായിരുന്നു. ഇത് ലഭിച്ച ഇന്ത്യൻ നാവികസേന എല്ലാ സഹായങ്ങളും അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. മാത്രമല്ല INS തരംഗിണി എന്ന ഇന്ത്യയുടെ കപ്പൽ ഈ പ്രദേശത്തേക്ക്, ഈ അപകടം നടന്ന ഭാഗത്തെ, കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ INS തരംഗിണി എന്ന കപ്പൽ രക്ഷാദൗത്യവുമായി ഈ പ്രദേശത്തേക്ക് പുറപ്പെട്ടു. കൂടാതെ കൊച്ചിയിൽ നിന്നുള്ള ഒരു കപ്പലും രക്ഷാദൗത്യവുമായി പുറപ്പെട്ടിരുന്നു. പക്ഷേ അവരെല്ലാം അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിലുള്ള സ്ഫോടനം നടക്കുകയും ഇത്തരത്തിലുള്ള ദാരുണമായ മരണങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അപകടത്തിൽ രക്ഷപ്പെട്ടവർ തൽക്കാലം ശ്രീലങ്കയിൽ തന്നെ പാർപ്പിക്കാനാണ് അമേരിക്കൻ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇവരിനി നാട്ടിലേക്ക് അയക്കുന്നത് സുരക്ഷിതമല്ല എന്നാണ് അമേരിക്ക കരുതുന്നത്. ഇറാനിൽ ഇപ്പോൾ വലിയ യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇവരെ അവിടെ എത്തിച്ചാൽ, അല്ലെങ്കിൽ ഇവരെ അങ്ങ് എത്തിക്കുന്ന മാർഗ്ഗത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഇവരുടെ ജീവൻ നഷ്ടമാകും എന്ന് കരുതിയാണ് അമേരിക്ക ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കപ്പലിനെ ആക്രമിച്ച അതേ ദിവസം തന്നെയാണ് മറ്റൊരു ഇറാനിയൻ നാവികസേനയുടെ കപ്പൽ കൊച്ചി തുറമുഖത്ത് എത്തിയത്. IRIS ലാവൻ എന്നാണ് ഈ കപ്പലിൻ്റെ പേര്. ഈ കപ്പലിൻ്റെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇത് കൊച്ചിയിൽ നങ്കൂരമിടേണ്ടി വന്നത്. പക്ഷേ ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടാണ് ഈ കപ്പലിനെ അവിടെ സംരക്ഷിച്ചത്. ഈ കപ്പലിന് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാനും ഇതിലെ നാവികരുടെ ആരോഗ്യ പരിരക്ഷ എല്ലാം ഉറപ്പുവരുത്താനും വേണ്ടുന്ന എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യൻ നേവിയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാര്യവും കാരണമൊന്നും മനസ്സിലാക്കാതെ വെറുതെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെടുന്ന നമ്മുടെ നാട്ടിലെ തന്നെ വലിയൊരു വിഭാഗം ആളുകളാണ് ഇന്ത്യക്കെതിരെ ഈ ഒരു വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. IRIS ദേനയെ ഇന്ത്യ ഏതാണ്ട് കൊലയ്ക്ക് കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും വാർത്തകൾ നൽകാറുള്ളതും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്ന് വിമർശനം ഉന്നയിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്. കപ്പൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത്. അതിനിടയിലുണ്ടായ ഈ ഒരു സംഭവത്തിൽ ഇന്ത്യക്ക് നേരിട്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് ഈ ഒരു ആക്രമണം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പരമാവധി രക്ഷാപ്രവർത്തനം നടത്താൻ സഹായിക്കാനും എത്തിയിരുന്നു എന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ടാണ് ഇവരിൽ പലരും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ കൊച്ചിയിലെത്തിയിരിക്കുന്ന കപ്പലിനും അല്ലെ നാവികർക്കുമൊക്കെ തന്നെ ഇന്ത്യ എല്ലാവിധ സംരക്ഷണങ്ങളും നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇവർ ഒന്നുകിൽ മറന്നു പോകുന്നു, അതല്ലെങ്കിൽ മറന്നതായി അഭിനയിക്കുന്നു.